ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരിക്കെ നരേന്ദ്രമോദി കോഴ വാങ്ങിയെന്ന വിവരങ്ങളടങ്ങിയ സഹാറ ഡയറി കേസിൽ വളരെ വേഗത്തിലാണ് ഇൻകം ടാക്സ് സെറ്റിൽമെന്റ് കമ്മീഷൻ വിധി പറഞ്ഞത്. 3 തവണ നടന്ന വാദങ്ങൾക്ക് ശേഷം നവംബർ 10 പുറപ്പെടുവിച്ച വിധിയുടെ വിശദാംശങ്ങൾ പുറത്തുവന്നു. ഡയറി തെളിവായി സ്വീകരിക്കാനാകില്ലെന്നാണ് വിധി. ഡയറിയിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ നടപടിയെടുക്കുന്നതും സഹാറയിൽ നിന്നും പിഴ ഈടാക്കുന്നതിനും ഇതോടെ നിയമപരിരക്ഷ ലഭിച്ചു. റെയ്ഡിൽ പിടികൂടിയ 137.58 കോടി രൂപയ്ക്ക് നികുതി അടച്ച് കേസിൽ നിന്നും ഒഴിവാകാം. 12 തവണകളായി നികുതി അടച്ചാൽ മതിയെന്നും കമ്മീഷൻ ഉത്തരവിട്ടു. ഡയറി തെളിവായി സ്വീകരിക്കരുതെന്ന സഹാറയുടെ ആവശ്യം സെറ്റിൽമെന്റ് കമ്മീഷൻ നേരത്തെ തള്ളിയിരുന്നു. സഹാറ വീണ്ടും സമീപിച്ചതോടെ സെപ്റ്റംബറിൽ ഇവരുടെ അപേക്ഷ കമ്മീഷൻ സ്വീകരിച്ചു. കേസിലാകെ 3 തവണ വാദം കേട്ടു. നവംബർ 7 അവസാന വാദം. ഇതിന് 3 ദിവസത്തിനു ശേഷം കമ്മീഷൻ സഹാറയ്ക്ക് അനുകൂലമായി വിധി പുറപ്പെടുവിച്ചു. സാധാരണഗതിയിൽ അന്തിമവാദം പൂർത്തിയാക്കി 1.5 വർഷത്തിനു ശേഷമായിരിക്കും വിധി പുറപ്പെടുവിക്കുക. അപൂർവം സന്ദർഭങ്ങളിൽ 1 വർഷത്തിനുള്ളിലും വിധി പ്രസ്താവിക്കാറുണ്ട്. 2014 നവംബറിലാണ് ആദായനികുതി വകുപ്പ് നടത്തിയ റെയ്ഡിൽ വിവാദ ഡയറി പിടികൂടിയത്. മോദിക്ക് പുറമെ BJP, കോൺഗ്രസ് തുടങ്ങിയ മിക്ക രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്കും കോഴ നൽകിയെന്ന് ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. കോഴ ആരോപണം അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണ് പിന്നാലെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും മോദിക്കെതിരെ ഉന്നയിച്ചതോടെ വൻ രാഷ്ട്രീയ കോളിളക്കമുണ്ടായി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.